CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അണ്ടത്തോട് വീട് കയറി ആക്രമം. ഒരാൾക്ക് കുത്തേറ്റു. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. കടവല്ലൂർ വടക്കുമുറി താഴത്തേതിൽ കുഞ്ഞുമോന്റെ മകൻ 41 വയസ്സുള്ള അഭിലാഷിനാണ് പരിക്കേറ്റത്. അടയ്ക്കമോഷണം പതിവാക്കിയ 2-അംഗ സംഘത്തെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാനി വെളിയംകോട് സ്വദേശി കരിപ്പോട്ടയിൽ വീട്ടിൽ ഷാജഹാൻ, വടക്കേക്കാട് കല്ലൂർ സ്വദേശി മാളിയക്കൽ വീട്ടിൽ സുബി എന്നിവരാണ് അറസ്റ്റിലായത്. പാറേമ്പാടത്ത് സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. വട്ടമാവ് സ്വദേശികളായ 3 പേർക്ക് പരിക്കേറ്റു. ചാവക്കാട് ദേശീയപാത 66 തിരുവത്ര അത്താണിയിൽ ബൈക്ക് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് പരിക്ക്. പുത്തൻകടപ്പുറം സ്വദേശി കേരന്റകത്ത് ഇസ്മയിൽ മകൻ നൌഫലിനാണ് പരിക്കേറ്റത്. ശക്തമായ കാറ്റിൽ ഇലക്ട്രിക് ലൈനിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലം തീപ്പൊരി വീണ് അഗ്നിബാധ. മന്നലാംകുന്ന് പടിഞ്ഞാപ്പുറത്ത് ബാദുഷയുടെ തറവാട്ടുപറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. വരവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി സ്ഥലം വാങ്ങിക്കുന്നതിൽ ക്രമക്കേടും അഴിമതിയും നടക്കുന്നതായി പരാതി. പഞ്ചായത്ത് മെമ്പർ M. വീരചന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു. പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ബ്രദേഴ്സ് ബസ് സ്റ്റോപ്പിന് സമീപത്താണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് 15-ന് സമാപനമാകും. 1 വർഷം നീണ്ടുനിന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചത്. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് തുടക്കമായി. വിശുദ്ധ സെബസ്ത്യനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. കുന്നംകുളം മണ്ഡലത്തിലെ അംഗീകൃത വായനശാലകൾക്കായി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. AC മൊയ്തീൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുസ്തകങ്ങൾ വാങ്ങിയത്. കുണ്ടന്നൂരിൽ അജ്ഞാതജീവിയുടെ ആക്രമണത്തിൽ വളർത്തുകോഴികൾ ചത്തു. പാട്ടാറെ അശോകന്റെ വീട്ടിൽ വളർത്തുന്ന ക്രോയൽ ഇനത്തിൽപ്പെട്ട 3 മാസം പ്രായമുള്ള 16 കോഴികളാണ് ചത്തത്. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ CITU കണ്ടാണിശ്ശേരി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ ചേർന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകരചൊവ്വ ദിവസം പൊങ്കാലയും ഭദ്രകാളി പൂജയും ദീപക്കാഴ്ചയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുണ്ടത്തിക്കോട് പാദ്രിക്കോട്ടുകാവ് ഭരണിവേലയ്ക്ക് സാംസ്കാരികോത്സവത്തോടെ തുടക്കമായി. സമ്മേളനം ദേവസ്വം ഓഫീസർ O. കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൂണ്ടൽ യൂണിറ്റ് 32-ാം വാർഷികം നടന്നു. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ നടന്ന വാർഷിക സമ്മേളനം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ക്യാൻ തൃശൂരിന്റെ ഭാഗമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം നിർവഹിച്ചു. യുവജനദിനത്തിൽ സാരോപദേശ കഥാപുസ്തകങ്ങൾ സമ്മാനമായി നൽകി അധ്യാപകൻ. ദേശീയ യുവജനദിനത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് സാരോപദേശ കഥകൾ അടങ്ങിയ പുസ്തകങ്ങൾ സമ്മാനിച്ചത് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ PJ സ്റ്റൈജു. അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായുള്ള അക്ഷതം സ്വീകരിച്ച് അന്തരിച്ച പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്ന യൂസഫ് അലി കേച്ചേരിയുടെ മകൻ സൂരജും കുടുംബവും പ്രശസ്ത സാഹിത്യകാരൻ പാങ്ങിൽ ഭാസ്കരനും തപസ്യ കലാസാഹിത്യവേദി ഭാരവാഹികളിൽ നിന്ന് അക്ഷതം സ്വീകരിച്ചു. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പുന്നേർകുളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി അനുമോദന സദസ്സ് നടത്തി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മെഡലുകൾ കരസ്ഥമാക്കിയ സ്കൂളിലെ താരങ്ങളെയാണ് ആദരിച്ചത്. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ജനുവരി 20, 21 തീയതികളിലായാണ് തിരുനാൾ ആഘോഷം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള ഓർത്തഡോക്സ് കൺവെൻഷൻ ജനുവരി 19, 20, 21 തീയതികളിൽ ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. 500-ൽ പരം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി പന്നിത്തടം കോൺകോർഡ് സ്കൂളിൽ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. കിഡ്ഡീസ്, സബ് ജൂനിയർ, കേഡറ്റ്, ജൂനിയർ എന്നീ 4 കാറ്റഗറിയിലായിരുന്നു മത്സരം. കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാളം കവിതാരചനാ മത്സരത്തിൽ A ഗ്രേഡ് നേടിയ KS അനുശ്രീക്ക് അനുമോദനവുമായി കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. മറ്റം കല്ലാറ്റ് സതീശൻ രാജശ്രീ ദമ്പതികളുടെ മകളാണ് അനുശ്രീ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്നലാംകുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ട കുടുംബസംഗമം നടത്തി. വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന തലക്കെട്ടിൽ ജനുവരി 21-ന് 4 മണി മുതൽ ചാവക്കാട് സെന്ററിൽ നടക്കുന്ന ഫാമിലി കോൺഫറൻസിന്റെ ഭാഗമായാണ് കുടുംബസംഗമം നടത്തിയത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ചാർട്ടേഡ് അക്കൌണ്ട് യോഗ്യത നേടിയ ലിപ്സാന ഹംസയെ ഓട്ടോ ലൈറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU കടപ്പുറം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു.
വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മാതൃഭൂമി സീഡിന്റെ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ഹാങ്ങിംഗ് പോട്ട് മത്സരം സംഘടിപ്പിച്ചു. ക്യാൻസറിനെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, രോഗം മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയിട്ടുള്ള ക്യാൻ തൃശൂരിന്റെ ഭാഗമായുള്ള ഏകദിന ശില്പശാല വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.